അങ്ങോട്ട് പോവാ രണ്ടുപേരും കൂടി? ആശുപത്രി പോവാ. മുത്തശ്ശി ഭയങ്കര ഹാപ്പി ആണല്ലോ ഈ വണ്ടിയിലിരുന്ന്. ഇങ്ങനെയാണോ എന്ന് പോകുന്നത്? ഇങ്ങനെ ഇരിക്കാനാണോ ഇഷ്ടം? നല്ല ചിരിയൊക്കെയാണല്ലോ. ആശുപത്രിയിലേക്ക് സ്ഥിരം ഇതേപോലെയാണോ പോകുന്നത്? ഇത് ആദ്യകാലങ്ങളിലൊക്കെ ഓട്ടോ വിളിക്കായിരുന്നു. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ, ഒത്തിരി ഇത് പൈസ ഒക്കെ കൂടിയോണ്ട് പിന്നെ പയ്യെ സ്കൂട്ടറിലിരുത്താൻ തുടങ്ങി. നമുക്ക് വീട്ടിൽ പോയാലോ? വീട്ടിൽ പോയേക്കാം. അഭിജിത്തിന്റെയും മുത്തശ്ശി ഗൗരിയുടെയും വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഈ യാത്ര ഇവരുടെ ജീവിത പ്രയാസങ്ങളുടെ ഭാഗം കൂടിയാണ്. മുത്തശ്ശി ഗൗരിയുടെ മാത്രമല്ല, മുത്തശ്ശിയുടെ സഹോദരി സരോജിനി, അമ്മ പുഷ്പലത എന്നിവരുടെ സംരക്ഷണവും അഭിജിത്തിനാണ്. ഇവർ താമസിക്കുന്ന വീടാവട്ടെ ഏത് നിമിഷവും നിലംപൊത്താം. എത്ര നാളെ ഇങ്ങനെ ഈ സ്കൂട്ടറിൽ പോകാൻ തുടങ്ങിയത്? ഇതിപ്പോ ഏറെക്കുറെ ഒരു വർഷം കഴിഞ്ഞു. ആദ്യം പുറകിലിരുന്നാ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആള് വയ്യാണ്ടായി, തീരെ പറ്റില്ലാണ്ടായപ്പോ പുറകെ ഇരുത്താൻ പേടി. അപ്പം ഫ്രണ്ടിൽ ഇരുന്നപ്പം ആള് നല്ല ഹാപ്പിയാ, കംഫർട്ടബിളാ. അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇരുത്തി പോകാൻ തുടങ്ങിയത്. ചിരിക്കുന്ന മുഖമുള്ള ചിത്രത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടല്ലേ? വല്ലാത്തൊരവസ്ഥയല്ല പോകുന്നേ. മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ പോവാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മയുടെ അവസ്ഥയാണെങ്കിലും ക്യാൻസർ പേഷ്യൻ്റ് അമ്മ. പിന്നെ മുത്തശ്ശിയുണ്ട്, മുത്തശ്ശിയുടെ അനിയത്തിയുണ്ട്. പിന്നെ മുത്തശ്ശിയുടെ അനിയത്തിക്കാണെങ്കിലും സ്ട്രോക്ക് ആയിരുന്നു 5 വർഷം മുമ്പ്. പിന്നെ മുത്തശ്ശിക്കും വെരിക്കോസ് അൾസറ, കിഡ്നിയിൽ ചെറിയ അക്യൂട്ട് ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം 1 വർഷമായിട്ട് RCCയിലായിരുന്നു അമ്മയായിരുന്നു. മൊത്തത്തിൽ ഇപ്പം വളരെ മോശം അവസ്ഥയാണ്. കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ചെലവ് നന്നായിട്ടുണ്ട്. പിന്നെ ഇപ്പം ഫുൾ കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ് ആണെങ്കിലും അയലക്കംകാര്, അങ്ങനെ ഒരു ഹെൽപ്പിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് എന്താ ചെയ്തിരുന്നത്? ഞാൻ IT പാസ്സായിരുന്നു. എന്നിട്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ ടെമ്പററി ആയിട്ട് പമ്പ് ഓപ്പറേറ്റർ ആയിട്ട് പോയിരുന്നു. ഓരോരുത്തർക്ക് അസുഖമായപ്പം 5 വർഷം മുമ്പ് സ്ട്രോക്കേല തുടങ്ങിയത് മുത്തശ്ശിയുടെ അനിയത്തിക്ക്. അങ്ങനെ നമുക്ക് കുറെ ഗ്യാപ്പ് വന്നു. പിന്നെ സ്ഥിരമായിട്ട് പണിക്ക് പോകാൻ തീരെ പറ്റാണ്ട് വന്നു. ഇപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ. വേദനകളെ ചിരികൊണ്ട് മറച്ച നിരവധി മനുഷ്യർ നമുക്കിടയിലുണ്ട്. അഭിജിത്ത് അത്തരമൊരു ചെറുപ്പക്കാരനാണെന്ന് തിരിച്ചറിയുന്നത് ഈ വീട്ടിലെത്തുമ്പോഴാണ്. മാതൃഭൂമി ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന ആ ചിത്രം പോലും അഭിജിത്തിന്റെ ജീവിത സാഹചര്യത്തിന്റെ ഭാഗം കൂടിയാണ്. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.